Yo, what's up, guys? എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അപ്പിക്ക. യു വാച്ചിങ് അപ്പിക്കാസ്. I'm back. ആക്ച്വലി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത ഒരു 1-2 മാസങ്ങൾക്ക് മുൻപാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓറിയന്റേഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. സോ സോറി ഗൈസ്. അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. നമ്മുടെ ഐറ്റം ഒന്ന് പൊക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഐറ്റം, സാംസങ് ഗാലക്സി ബഡ് പ്ലസ്. മോനുസെ പൊളി സാധനം കേട്ടോ, ഒന്നും പറയാനില്ല. ആക്ച്വലി ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് നമ്മളൊരു പ്രീമിയം ഹെഡ്ഫോൺ വാങ്ങുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗൈഡൻസ് ആയിരിക്കും കേട്ടോ, എന്തുകൊണ്ട് നമ്മളൊരു പ്രീമിയം ഹെഡ്ഫോൺ വാങ്ങണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ഒരു ഫ്യൂച്ചറിനെ, അതിന്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇത് സൗണ്ടഡ് ബൈ എക്കേജി വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡാണ്, നിങ്ങൾക്ക് അറിയാം. ഇത് സൗണ്ട് മൊത്തം ഡിസൈൻ ചെയ്തേക്കുന്ന എക്കേജിയാണ്. അതുപോലെ തന്നെ 11 hours പ്ലേ ടൈം, വൺ ടൈമിൽ തന്നെ 11 മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാം. 2-way സ്പീക്കർ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഓൾറെഡി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. 2-way സ്പീക്കർ. അതുപോലെ തന്നെ ട്രിപ്പിൾ മൈക്ക്. ഒറ്റ സിംഗിൾ ഇയർബഡില് ഒരു 3 മൈക്ക്, അങ്ങനെ 6 മൈക്കാണ്. വോയിസ് കോളിന്റെ കാര്യത്തിൽ തീരുമാനമായി. അതുപോലെ QI കോമ്പാറ്റബിലിറ്റി, വയർലെസ് ചാർജിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ബട്ടും വയർലെസ് ചാർജിങ്, അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പ്രീമിയം സ്പീക്കറിലുള്ള ഒരു വൂഫർ ട്യൂട്ടർ അറേഞ്ച്മെന്റ്, ഡ്യുവൽ ഡ്രൈവ് അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് സൗണ്ട് പൊളിയായിരിക്കും, പവർഫുൾ ആയിരിക്കും. സോ ഗൈസ്, നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി ഞെക്കി വിടുക. പുതിയ വീഡിയോസിന് വേണ്ടി ലൈക്കും ഷെയറും മറക്കല്ലേ. ഞാൻ എക്സൈറ്റഡ് ആണ്. നമുക്ക് നോക്കാം, ഇത് തുറന്നു നോക്കാം എന്താണ് ഐറ്റംസ് എന്നുള്ളത്. ഓ പോയി, പ്രീമിയം എപ്പോഴും പ്രീമിയം ആയിരിക്കും കേട്ടോ. ഒരു സിമ്പിൾ അറേഞ്ച്മെന്റ്. അതിൽ ഒരു ഇയർബഡ് ബോക്സ്, അതുപോലെ അക്സറീസ് ബോക്സ്, പിന്നെ ഓൾസോ ഒരു യൂസർ മാനുവൽ ആയിരിക്കണം അതിനകത്ത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആക്സസറീസ് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് പുറത്തുനിന്ന് വന്നപ്പോൾ തന്നെ അറിയാം, അത് ഇയർ ബഡ്സ് ആയിരിക്കും. ബഡ്സ് അതായത് നമുക്ക് ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള ബഡ്സ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് ഓൾറെഡി ഒരു USB കേബിളും കാണാൻ സാധ്യതയുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എന്താണ്. എൻ്റെ ഒരു ഇതിൽ അത് USB കേബിൾ ആയിരിക്കണം. ഓക്കെ, അത് USB കേബിളാണ്. ഒരു വൈറ്റ് കളർ USB കേബിളാണ് അതിനകത്തുള്ളത്. പിന്നെ ഉള്ളത് ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള റിങ്ങും, അതിന്റെ കറക്റ്റ് ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള ബഡ്സ്. നമ്മൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ബുക്ക്ലെറ്റ് ഒന്ന് എടുക്കാം. മോനെ നല്ല കനമുണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉള്ള രീതിയിലാണ് ബുക്ക്ലെറ്റ് കിട്ടുന്നത്. സത്യം പറഞ്ഞ കുറെ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്. നമ്മുടെ ബട്ട് നല്ലതായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നൊരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് ഇത് ഈ പ്രാവശ്യത്തെ ബട്ടില് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആണ്. ബട്ട് ആദ്യത്തെ ബട്ട്, ഇത് ബട്ട് പ്ലസ് ആണ്. ആദ്യത്തെ ബട്ട് ഒരു ഫിനിഷിംഗ് ഒരു അത്ര സുഖകരമല്ലായിരുന്നു. എന്റെ മോനെ, ഞാൻ അതിനകത്ത് കണ്ടപ്പോൾ തന്നെ നല്ല വെയിറ്റ് തോന്നിച്ചു കേട്ടോ. ഇത് പക്ക സ്ലീക്ക് ആണ്, വെയിറ്റ്ലെസ് ആണ്. നല്ല വെയിറ്റ്ലെസ് എന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു വെയിറ്റ് വേണം. നമുക്ക് അതൊരു ഫീൽ ചെയ്യാം, അതൊരു അത്ര വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല ഫിനിഷിംഗ് ആണ്, നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് ആണ്. നമുക്കൊരു ഇതായിട്ട് തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ ഐറ്റം. ഞാൻ എൻ്റെ അൺപാക്ക് ചെയ്തായിരുന്നു. ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാവേ, എന്തായിരിക്കും അതിനകത്തെന്നുള്ളത്. ഓക്കെ, അതിന്റെ പുറത്തായിട്ട് നമുക്കിനി 2 ഇതും കൂടെ ഉണ്ട്. സ്പെസിഫിക്കേഷൻ ഇരിക്കുക ഒരു ബാക്ക് സൈഡ്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ LED കേട്ടോ. ഫ്രണ്ടില് ചാർജിങ് ബോക്സിന്റെ LED, USB പോർട്ടാണത്. അത് Type-C ആണ് പോർട്ട് വരുന്നത്. നമുക്കിനി ബഡ്സ് നോക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഐറ്റം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിമ്പിൾ ഡിസൈൻ ആണ്. അകത്ത് ബഡ്സിന്റെ ഒരു
ചാർജിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അകത്തും ഒരു LED ഉണ്ട്. അപ്പൊ ചാർജിങ്ങിന് പുറത്തൊരു LED യും ബഡ്സിന്റെ ബാറ്ററി ഇൻഡിക്കേഷനും അകത്തൊരു LED. LED 3 ടൈപ്പായിട്ടാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഗ്രീൻ, റെഡ്, അതുപോലെ തന്നെ ഒരു ഗ്രീനും റെഡും കൂടെ ഒരു കോമ്പിനേഷൻ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നോയ്സ് റിമൂവ് ചെയ്യാനായിട്ട് ചെവി വെക്കുന്ന ഒരു മെറ്റലാന്ന് ആരും ഓർക്കരുത്. പഴയ ബഡ് പോലല്ല, ഇതിന് ഓൾറെഡി ഒരു മാഗ്നറ്റിക് പിടുത്തമുണ്ട്, അതുകൊണ്ട് ഇളക്കമൊന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ടിന്റെ ഫ്രണ്ട് ടച്ച് പാനലാണ്. സിംഗിള്, ഡബിള്, ത്രിബിള് അങ്ങനെ നമുക്ക് ടച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ അതിന്റെ ഒരു നമ്മൾ സാധാരണ എല്ലാത്തിലും കാണുന്ന പോലെ റേറ്റിംഗ് ഒക്കെയാണ് നോട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രീമിയം ഹെഡ്സെറ്റ് മേടിക്കുവാണെങ്കിലുള്ള ബെനിഫിറ്റ് എന്താണ്? നമുക്കത് കൺഫ്യൂഷനാണ്. നമ്മളൊരു പ്രീമിയം ഹെഡ്സെറ്റ് മേടിക്കുവാണെങ്കിൽ നമുക്ക് അതിന് ആപ്പ് സപ്പോർട്ട് കിട്ടും. നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് എപ്പോഴും റെഗുലറായിട്ട് അപ്ഡേറ്റ് വരും. അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടാൻ അപ്ഡേറ്റ് വരും. അതുപോലെ അതിൻ്റെ സൗണ്ട് എഞ്ചിനീയർ ചെയ്തേക്കുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ബ്രാൻഡ് ആയിരിക്കും. AKG, JBL പോലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയിരിക്കും എപ്പോഴും. അതൊക്കെയാണ് നമ്മളൊരു പ്രീമിയം ഹെഡ്ഫോണിലോട്ട് അല്ലെങ്കിൽ ഹെഡ്സെറ്റിലോട്ട് നമ്മൾ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഞാൻ ഈ ബഡ്സ് മേടിക്കുന്ന സമയത്ത് ഈ ബ്ലൂ വേരിയന്റ് 529 ദിറംസോളം ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. നാട്ടിൽ ഏകദേശം 10,000 രൂപ. ഇപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ ഇത് 13,000 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്നാണ് മേടിച്ചത്. അവൻ എനിക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ കടയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഓൾസോ ഇതിൻ്റെ ഓൺലൈനിൽ പ്രൈസ് ഇപ്പം നല്ലതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഏകദേശം 100 ദിറംസോളം ഡിസ്കൗണ്ട് ഉണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഇടുന്നുണ്ട്. ഇത്രയും പൈസ കൊടുത്ത് ഈ ഐറ്റം നമ്മൾ വാങ്ങണോ എന്നുള്ളത് നമ്മൾ തീർച്ചയായും ചെക്ക് ചെയ്യും. അതൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അതിനകത്ത് സൗണ്ട് ടെസ്റ്റ്, ബാറ്ററി, ചാർജിങ് എന്നുവേണ്ട ഇതിനകത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ വീഡിയോസിന് വേണ്ടി നിങ്ങൾ തീർച്ചയായും കാത്തിരിക്കുക. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.